സംവിധാനത്തിലേക്ക് ഇനി വരുമോ? നിശ്ചയമായിട്ടും. ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിലായിരിക്കും, സംവിധാനത്തിലാണ്. ആണ്. കാരണം സിനിമയുടെ ഏറ്റവും മികച്ച വർക്ക് എഴുത്താണ്. ഒരു മികച്ച എഴുത്തുകാരൻ മികച്ച തിരക്കഥ എഴുതിയാൽ അത്ര വലിയ അഭ്യാസമൊന്നുമല്ല മറ്റേത്. അതിപ്പോൾ ഏത് ചിത്രം എടുത്തു നോക്കൂ, ഏത് മികച്ച ചിത്രം എടുത്താലും മികച്ച തിരക്കഥയായിരിക്കും. ഒരു മോശപ്പെട്ട തിരക്കഥ എഴുതുന്നൊരു മികച്ച ചിത്രം ഒരാൾക്ക് സംവിധാനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. അതിൻ്റെ കാരണം ഒരു സംവിധായകൻ ആദ്യം വേണ്ടത് ജീവിതബോധമാണ്. നല്ല ബോധമുണ്ട്. ജീവിതത്തിൻ്റെ സർവ്വ പ്രതിസന്ധികളും ഊടുവഴികളും ഇടവഴികളും കല്ലും മുളം നിറഞ്ഞ വഴികളും ആഹ്ലാദപര ഉദ്യാനങ്ങളും എല്ലാം പിന്നിട്ടിട്ട് അത് അനുഭവങ്ങളായിട്ട് ഹൃദയത്തിൽ കയറുന്നതാണ്. മികച്ച തിരക്കഥ എഴുതുകയും ആ സിനിമ നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ട് അംഗീകരിക്കപ്പെടാതെ പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട്. എൻ്റെ എല്ലാ ചിത്രങ്ങളും അംഗീകരിക്കപ്പെടാതെ പോയ ചിത്രങ്ങളാണ്. പലരും പറയാറുണ്ട് ഒറ്റയ്ക്ക് കാണാൻ പറയും. ലോകത്ത് ചില പറയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് അങ്ങാണ്, താങ്കളാണ്, നിങ്ങളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. വലിയ ആളുകൾ, നിസ്സാര ആളുകളല്ല, വമ്പൻ ആളുകൾ. കാരണം ജീവിതത്തിന് ഇത്രമാത്രം വ്യത്യസ്തമായ മേഖലകളിലൂടെ സഞ്ചരിച്ച ഒരു തിരക്കഥാകൃത്ത് മലയാളത്തിലുണ്ടാവില്ല. എം.ടി. സാറും പപ്പേട്ടനൊക്കെ മികച്ച വലിയ എൻ്റെ ഗുരുനാഥന്മാരെ ആളുകളുണ്ട്. പക്ഷേ അവർ സഞ്ചരിച്ചേക്കാൾ കുറേ കൂടി വിശാലമായ ജീവിതത്തിൻ്റെ പല വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടില്ല. ഞാൻ രാജാവ് മുതൽ താഴെ പിച്ചക്കാരനിലേക്ക് വരെ വന്നെത്താൻ പറ്റുന്നുണ്ട്. എനിക്കത് രണ്ടും ഒരേപോലെ സുഗമമാണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ആശാരിയുടെ കഥ പറയും, മുക്കുവൻ്റെ കഥ പറയും, രാജാവിൻ്റെ കഥ പറയും, നമ്പൂരിയുടെ കഥ പറയും. എങ്ങനെ ഈ കഥാതന്തുക്കളൊക്കെ വീണ് കിട്ടുന്നത്? അത് ജീവിതത്തിൽ തനിയെ ഉണ്ടാകുന്നതാണ്, ഉള്ളിലുണ്ടാകുന്നതാണ്. തനിയെ ഈ പ്രപഞ്ചവും ഈ വിശ്വപ്രകൃതിയും ആണ് എന്നിലേക്ക് ഇത് സ്പാർക്കായിട്ട് വരുന്നത്. മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാം. ചില ആളുകൾ, ചിലരുടെ ജീവിതം, ചിലരുടെ വാക്കുകൾ, ചില ആശയങ്ങൾ, ഇതൊക്കെ കഥയായിട്ട് വരും. കഥയ്ക്കൊരു പഞ്ഞമല്ല. ജീവിതം എവിടെ വരെയുണ്ടോ, എല്ലാവരും പറയുന്നത് കഥയില്ല. ജീവിതം എവിടെ വരെയുണ്ടോ അവിടെ വരെ കഥ അവസാനിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് കഥ വളരെ കൂടുതലാണ്. കാരണം ജീവിതത്തിലെ സങ്കീർണതകൾ ഏറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പഴയതുപോലെയല്ല, വളരെ സങ്കീർണമായ ജീവിതം എല്ലാവരും അനുഭവിക്കുന്നത്. അവിടെ കഥകളിങ്ങനെ ഒരുപാട് കഥകളാണുള്ളത്. ഒന്ന് നോക്കിയാൽ മതി, കാണാം. നോക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അന്യഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ? ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത് തന്നെ തമിഴ് ചിത്രം ചെയ്യുന്നുണ്ട്. കാരണം മലയാളത്തിൽ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഉദാഹരണത്തിന് ഒരു മികച്ച വളരെ ഗ്രാമീണമായ ഒരു കഥ മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം മലയാളികളുടെ സാമാന്യത്തിനെങ്കിൽ പുതിയ തലമുറയുടെ മനസ്സിൽ നിന്ന് മലയാളവും മലയാള ഗ്രാമങ്ങളും അസ്തമിച്ചു കഴിഞ്ഞു. അവർക്കറിയില്ല. ആമ്പൽപ്പൂ എവിടെ വിടരും എന്നറിയില്ല. അരി എവിടെ ഉണ്ടാകുമെന്ന് കുട്ടികൾക്കറിയില്ല, അല്ലേ? ഗോതമ്പിന് ചപ്പാത്തിക്കുരു എന്ന് പറയുന്ന കുട്ടികൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി പറഞ്ഞു, എന്താണ് പശുവിൻ്റെ ചാണകം, ഇതെന്താണെന്നറിയാം, പശുവിൻ്റെ ചാണകമാണെന്ന് അതിനറിയില്ല. അത്തപ്പൂ കുത്തിവെക്കാനുള്ള പശ എന്നാണ് മനസ്സിലാവുന്നത്. അത്തപ്പൂ കുത്തിവെക്കാനുള്ള സാധനമാണ് ചാണകം. അപ്പോൾ അതാണ് നമ്മുടെ കുട്ടികളുടെ സാമാന്യധാരണ, ജീവിതബോധം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് നമുക്കൊരു പക്ഷേ ഒരു ഗ്രാമത്തിൻ്റെ നൈർമല്യം, ഭയങ്കര ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. തമിഴിൽ പറ്റും. അപ്പോൾ ഞാൻ പശുപതിനെ വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം അങ്ങനത്തെ ഒരു ചിത്രമാണ്. നിറഞ്ഞ ഗ്രാമീണത നിൽക്കുന്ന ഒരു ചിത്രമാണ്. അത് മലയാളത്തിൽ ചെയ്യാൻ സാധ്യമല്ല. മലയാളത്തിൽ ഗ്രാമങ്ങളില്ലാതായിരിക്കും. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി തോന്നിയിട്ടുള്ളൊരു സിനിമ ഏതായാലും ഒന്നുമില്ല. എല്ലാ സിനിമകളും അപൂർണമായിട്ട് നമുക്ക് തോന്നുന്നു. ഈ സിനിമ കണ്ടാലോ. അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല. എൻ്റെ സിനിമ എനിക്ക് ഭയമാണ്. കാരണം ഈ കാണുമ്പോൾ അയ്യോ ഭയങ്കര അബദ്ധമായല്ലോ. എല്ലാ സിനിമകളും അങ്ങനെയാണ്. പലപ്പോഴും ഞാൻ സിനിമ കണ്ടിട്ട് പിന്നീട് ഒരു 5-10 കൊല്ലം, ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഓർമ്മച്ചപ്പ് എന്നുള്ള സിനിമ കാണുന്നത്. അടുത്തിടയ്ക്ക് ടി വിയിൽ ഇരുന്നില്ല രാത്രി വന്നപ്പോൾ ഞാൻ അയ്യോ ഇത് നല്ല സിനിമയായിരുന്നില്ല. ഇത് ഉജ്ജ്വലമായ സീനുകൾ, കഥാപാത്ര സൃഷ്ടി, സിറ്റുവേഷൻസ്, പെർഫോമൻസ്, ഒരു മികച്ച സിനിമയില്ല.
പരാജയപ്പെട്ടു പോയ സിനിമ സാമ്പത്തികമായിട്ട്. പക്ഷേ ഞാനിപ്പോൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയ സിനിമ. അങ്ങനെ പല സിനിമകളും ഞാനിപ്പോഴാണ് കാണുന്നത്. തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് ഭയമാണ്. നിവേദ്യം ഞാൻ ഇന്നൊരു തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ടി വിയിൽ വന്നിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ നോക്കിയില്ല അങ്ങനെ. കാരണം അത് കാണുമ്പോൾ നമുക്ക് അയ്യോ അത് അങ്ങനെ ചെയ്യാറുന്നില്ല, ഇങ്ങനെ ചെയ്യാറുന്നില്ല, ഇങ്ങനെ ചെയ്യാറുന്നില്ല, ഒരുപാട് കുറ്റങ്ങൾ കാണും. ഈ ടി വിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകൂടി ചോദിച്ചോട്ടെ. ഒരു വേളയിൽ വളരെയധികം നിരന്തരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ടി വി ചലച്ചിത്ര സിനിമ ആസ്വാദകരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല, എല്ലാവരും ടി വിക്ക് മുന്നിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നു എന്നൊക്കെ. ലോഹിയായിട്ട് എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്? അത് ശരി തന്നെയാണ്. ടി വിയുടെ മുന്നിലേക്ക് ചടങ്ങ്. കാരണം കാഴ്ച എന്നുള്ളത് നമ്മുടെ എന്നും ആഹ്ലാദമാണ്. ഒരു പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ടിരിക്കാനൊക്കെ മനുഷ്യ സഹജമായ ഒരു ആഹ്ലാദമാണ്. അപ്പോൾ ഈ വീട്ടിലകത്തിരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് ടി വിയാണ്. അപ്പോൾ ആ കാഴ്ചയിലെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു അഡിക്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ടി വി കണ്ടാൽ ചില ദിവസങ്ങളിൽ ഞാൻ വളരെ അപൂർവമായിട്ടാണ് ടി വി കാണുന്നത്. അപ്പോൾ ടി വി കണ്ടാൽ രാവിലെ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ രാത്രി വരെ ടി വിയുടെ ഉള്ളിൽ നിന്നും ഇറങ്ങി പോരാൻ പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും കംപ്ലയിൻറ്റ് പറയും, ഇവിടെ വന്ന് ടി വി ഓൺ ചെയ്താൽ തകരാറാണെന്ന് പറയും. പിന്നെ എന്നെ ഭക്ഷണം കഴിക്കാൻ കിട്ടില്ല, അതിന് കിട്ടില്ല, ഇതിന് കിട്ടില്ല. അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ട് ടി വി. കാഴ്ചയുടെ അഡിക്ഷനാണ്, ടി വിയുടെ അഡിക്ഷനല്ല. ഈ മാറി മാറി വരുന്ന കാഴ്ചകളുടെ അഡിക്ഷൻ ഉണ്ട്. അത് പലപ്പോഴും നമ്മളെ നിഷ്ക്രിയരാക്കുന്നത്. നമ്മളെ നിഷ്ക്രിയരാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഉജ്ജ്വലമെന്ന് കൊണ്ടു നടക്കുന്നത് ഒന്ന് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഏർപ്പാട്. അത് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന സംഗതി, മെൻ്റലി തകർത്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഒരു കളി എന്തെല്ലാം ആവശ്യപ്പെടുന്നു. എന്ത് കാര്യം സമൂഹത്തിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമൂഹത്തിന് ചില ഗുണങ്ങൾ നൽകേണ്ടതുണ്ട്. ഏത് കളിക്കും അതുണ്ട്. അങ്ങനെയുള്ള ഒരു കളി ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ നൽകാത്തൊരു കളിയാണ് ക്രിക്കറ്റ്. അത് കുറേ നിഷ്ക്രിയത്വവും വേണ്ടാത്ത അഡിക്ഷൻ സമ്മാനിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ളൊരു സംഗതിയാണ് ടി വി. ടി വിയിലേക്ക് നമ്മളിപ്പോൾ കുറച്ചൊക്കെ വിട്ടു വന്നിട്ട് അത് പിന്നെ ഈ ആദ്യകാലത്തുള്ള ഒരു ആസക്തി എന്ന നിലയിലും ചിലപ്പോൾ ടി വിയിൽ അഡിക്റ്റഡ് ആയിരിക്കാം. ഇപ്പോൾ ചിലരൊക്കെ അത് വിടാൻ തുടങ്ങി. ടി വി നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് കാണുന്നത്, സദാസമയമല്ല കാണുന്നത്. സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ടി വി സദാസമയം കാണുന്ന ആളുകളുണ്ട്. ഈ വയസ്സായ ആളുകൾ, അവർക്ക് വേറെ ഒന്നുമില്ല. മക്കളൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അവിടെ ഇവിടെ കഴിക്കണം, ഒറ്റയ്ക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ മിക്കവാറും ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ആളുകളല്ലേ. ഭയങ്കര കഷ്ടമാണ്. മലയാളത്തിൻ്റെ പാരമ്പര്യത്തിനോ മലയാളത്തിൻ്റെ സംസ്കാരത്തിനോ ചേരാത്താണ്, ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേരാത്താണ് ഈ വൃദ്ധന്മാരെ ഒറ്റയ്ക്കാക്കി പോകുന്നത്, അവരൊറ്റപ്പെടാൻ അനുവദിക്കുന്നത്. അവരുടെ പ്രധാന ആശ്രയം ടി വിയാണ്. അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കലാണ് അവരത്. അല്ലാണ്ട് സാധാരണ ഇപ്പോൾ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ സാധാരണ ഒരാൾ ടി വിയിൽ അഡിക്റ്റഡായി പോകാൻ പാടില്ല. ടി വി ആവശ്യത്തിനാണ് കാണേണ്ടത്, സദാസമയം ടി വിയിൽ ഇരിക്കരുത്. സർഗാത്മകതയുടെ സായം സന്ധ്യകൾ നമുക്കേക്ക് മറഞ്ഞുപോയ പ്രതിഭകൾ, ഇവർ കോരിയിട്ട നിർച്ചാലികളെ ഉറവ വച്ചാതെ സൂക്ഷിക്കുന്ന പ്രഗത്ഭരും പ്രതിഭകളും ആയവർക്കൊപ്പം അല്പനേരം അതിഥി. കാഴ്ചയുടെ മാനങ്ങളെ കവിതകളാക്കിയ കവികൾ, വെണ്ണിന്റെ മാറിലെ ചായക്കൂട്ടുകളെ വർണ്ണവീചികളാക്കിയ ചിത്രകാരന്മാർ, നൂപുരനികളാൽ നമ്മുടെ ഹൃദയത്തുടിപ്പുകളെ നടനങ്ങളാക്കിയ നർത്തകിമാർ, അകത്തളങ്ങളിലെ അന്തസംഘർഷങ്ങളെ അരങ്ങത്തെത്തിച്ച അഭിനയ സമ്രാട്ടുകൾ, ഇവർക്കൊപ്പം അല്പനേരം അതിഥി.